നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. 10 മണിക്കൂർ കൊടൂരമായ ആഭിചാര ക്രിയകൾക്ക് വിധേയയാക്കപ്പെട്ട ഒരു പെൺകുട്ടി. കൊടിയ മർദ്ദനവും പീഡനവുമാണ് ആ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നത്. ആഭിചാരം എന്ന അന്ധവിശ്വാസത്തിൽ മുങ്ങിപ്പോയ ഒരു കുടുംബത്തിലേക്ക് വന്നു കയറിയ പെൺകുട്ടിക്ക് നേരിടേണ്ടി വന്നതിൻ്റെ ദുരനുഭവങ്ങൾ കഴിഞ്ഞ ദിവസങ്ങളിൽ കണ്ട് കേരളം ഞെട്ടിയതാണ്. അതിൻ്റെ വീഡിയോ ഉൾപ്പെടെയാണ് പുറത്തേക്ക് വന്നത്. മണിക്കൂറുകളോളമാണ് മുട്ടുകുത്തി ആ പെൺകുട്ടിയെ നിർത്തിയത്. ഇത് മാത്രമല്ല, തലയ്ക്കും ശരീരത്തുൾപ്പെടെ ആ പെൺകുട്ടിക്ക് പരിക്കുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ പോലീസ് ശക്തമായ അന്വേഷണത്തിലേക്ക് നീങ്ങുകയാണ്. ഇപ്പോൾ ആ കുടുംബത്തിലെ പലരും, ഈ ആഭിചാരക്രിയയ്ക്ക് മുൻകൈയെടുത്ത പലരും ഇപ്പോൾ ഒളിവിലാണ്. അവരെ എല്ലാവരെയും കണ്ടെത്തുന്ന നീക്കത്തിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. യുവതിയെ 10 മണിക്കൂർ ക്രൂരമായ ആഭിചാരക്രിയയ്ക്ക് വിധേയമാക്കിയ സംഭവത്തിൽ മന്ത്രവാദി ശിവദാസ് ഫീസായി വാങ്ങിയത് 6000 രൂപയാണ്. യുവതിയുടെ കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാൻ പുലിമുരുകൻ എന്ന സിനിമയിലെ ഒരു ഗാനം ഉച്ചത്തിൽ വെക്കുകയും ചെയ്തു. ക്രൂരമായ പീഡനമാണ് താൻ നേരിട്ടത് എന്ന് യുവതി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ബാധ ഒഴിപ്പിക്കാൻ എന്ന പേരിലായിരുന്നു ആഭിചാരക്രിയയ്ക്ക് വിധേയയാക്കിയത്. 8 ദുരാത്മാക്കൾ തൻ്റെ ശരീരത്തിൽ ഉണ്ടെന്ന് പറഞ്ഞായിരുന്നു തന്നെ കൊടിയ പീഡനങ്ങൾക്ക് ഇരയാക്കിയത്. എനിക്കൊരു കുഴപ്പവുമില്ല എന്നും ഇത് നിങ്ങളുടെ അന്ധവിശ്വാസമാണെന്നും പെൺകുട്ടി നിരന്തരം വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എന്നാൽ അതൊന്നും കേൾക്കാൻ ഇവർ തയ്യാറായില്ല. പെൺകുട്ടിയുടെ ശരീരത്തിൽ കയറിയിരിക്കുന്ന ദുരാത്മാക്കളാണ് ഇത്തരത്തിൽ ആ പെൺകുട്ടിയെ കൊണ്ട് പറയിപ്പിക്കുന്നത് എന്നായിരുന്നു ശിവദാസ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഈ സംഭവത്തിൽ മന്ത്രവാദിയും യുവതിയുടെ ഭർത്താവുമടക്കം 3 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇവരിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടുകയാണ് ഇപ്പോൾ പോലീസ്. പത്തനംതിട്ട പെരുന്തുരുത്തി മാടാച്ചിറ വീട്ടിൽ ശിവദാസ്, യുവതിയുടെ ഭർത്താവ് തിരുവഞ്ചൂർ കൊരട്ടിക്കുന്നേൽ അഖിൽ ദാസ്, ഇയാളുടെ പിതാവ് ദാസ് എന്നിവരെയാണ് മണർകാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. മന്ത്രവാദിയെ വീട്ടിലെത്തിച്ച അഖിലിന്റെ മാതാവും കേസിൽ പ്രതിയാണെങ്കിലും ഇവർ ഒളിവിലാണ്. കത്തിച്ചുവെച്ച നിലവിളക്ക്, 3 വെറ്റില, 1 കുപ്പി മദ്യം, അടയ്ക്ക, മഞ്ഞൾ വെള്ളം, ചുണ്ണാമ്പ്, 8 ദുരാത്മാക്കളെ പിടികൂടാനായി മന്ത്രവാദി ശിവദാസ് ഒരുക്കിയ സംവിധാനങ്ങൾ ഇങ്ങനെ നീളുന്നു. സമീപകാലത്ത് തിയേറ്ററുകളിലെത്തിയ കന്നഡ സിനിമ സൂഫ്രം സോയുമായി സംഭവത്തിന് സമാനതകൾ ഏറെയാണ്. ആഭിചാരക്രിയകളെ പറ്റി പോലീസ് പറയുന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ്. പ്രതികാരം ചെയ്യാൻ മറ്റൊരാളുടെ ശരീരം തെരഞ്ഞെടുക്കുന്ന ദുരാത്മാക്കൾ, അത്തരം ഒരു കഥയാണ് മന്ത്രവാദി ശിവദാസ് യുവതിയുടെ ഭർത്താവിന്റെ വീട്ടിൽ അവതരിപ്പിച്ചത്. ഭർത്താവുമായി വഴക്കിടുന്നത് യുവതിയല്ലെന്നും ശരീരത്തിലുള്ള ദുരാത്മാക്കളാണെന്നും ഇയാൾ കുടുംബത്തെ പറഞ്ഞു വിശ്വസിപ്പിച്ചു. വെള്ള മുണ്ടും ഷർട്ടും ധരിച്ച് പിൻവഴിയിലൂടെ വീട്ടിലെത്തുന്ന ഇയാൾ തലയോട്ടികളുടെ രൂപങ്ങൾ കോർത്ത മാല ധരിക്കുന്നതോടെ മന്ത്രവാദിയായി മാറും. പിന്നെ അങ്ങ് ഉറഞ്ഞു തുള്ളും. ഇതിനിടയിൽ ആരെങ്കിലും വന്നാൽ മാല ഊരിമാറ്റി സാധാരണ പോലെയുമാകും. യുവതിയുടെ ശരീരത്തിൽ നിന്ന് ദുരാത്മാക്കളെ പുറത്താക്കുന്നതിനായി 6000 രൂപ ഇയാൾ മേടിച്ചെടുക്കുകയും ചെയ്തു. ബാക്കി പൂജകൾക്ക് ശേഷം മതിയെന്ന് പറഞ്ഞുറപ്പിച്ചായിരുന്നു കരാറുമായി മുൻപോട്ട് പോയത്. ദുരാത്മാക്കളെ ആണിയിൽ തളച്ച് യുവതിയുടെ മുടികൊണ്ട് പിടിച്ചു കെട്ടി പാലമരത്തിൽ തളയ്ക്കുകയായിരുന്നു ലക്ഷ്യമെന്ന്. ഇതിനായി യുവതിയുടെ മുടിയിൽ ആണി ചുറ്റി വലിച്ച് പറിച്ചെടുത്തു. ഈ ആണികൾ മരക്കുറ്റിയിൽ അടിച്ചു കയറ്റി. എല്ലാവരെയും ബന്ധിച്ചെന്നും യുവതിയെ രക്ഷിച്ചുവെന്നും ഇയാൾ സ്വയം അങ്ങ് പ്രഖ്യാപിച്ചു. തൊട്ടു പിന്നാലെ മന്ത്രവാദി തളർന്നു വീഴുന്നു. കൃത്യമായ ഒരു നാടകം കളിയൊക്കെ ഇവിടെ നടന്നിട്ടുണ്ട്. അഖിലിന്റെ പിതാവും കേസിലെ മറ്റൊരു പ്രതിയുമായ ദാസ് വെള്ളം തളിച്ചതോടെ ഇയാൾ എഴുന്നേൽക്കുന്നു. ശേഷം നേരത്തെ വെട്ടിമുറിച്ചു വെച്ചിരുന്ന കുമ്പളങ്ങയ്ക്കുള്ളിൽ പൂജയ്ക്കുപയോഗിച്ച സാധനങ്ങൾ നിറച്ച് വീടിന്റെ നടയോട് ചേർത്ത് കുഴിയെടുത്ത് മൂടുന്നു. ഈ ദുർമന്ത്രവാദം നടക്കുന്നതിന്റെ ദൃശ്യങ്ങളൊക്കെയാണ് പുറത്തു വന്നിരിക്കുന്നത്. കേരളം വീണ്ടും ഞെട്ടുകയാണ്. പത്തനംതിട്ടയിൽ നടന്ന നരബലി തന്നെ ആ ഒരു ഞെട്ടൽ കേരളത്തിന് ഇതുവരെ വിട്ടുമാറിയിട്ടില്ല. വീണ്ടും പത്തനംതിട്ടയിൽ ഇതുപോലെയുള്ള ആഭിചാരക്രിയകൾ നടക്കുന്നുണ്ട് എന്നുള്ള വിവരം അത് സമൂഹത്തെ പോലും ഞെട്ടിപ്പിക്കുന്നതാണ്. ഇത്തരത്തിൽ സമൂഹത്തിൽ ഇപ്പോഴും ആളുകൾ ഉണ്ടല്ലോ എന്നുള്ളതാണ് പ്രബുദ്ധ മലയാളികളെ ഭയത്തിലാഴ്ത്തുന്നത്. പറ്റിക്കപ്പെടാൻ ആളുകൾ ഉള്ളിടത്തോളം കാലം ശിവദാസുമാർ ഇനിയും തലപൊക്കും. അവർ പൈസ വാങ്ങിയെടുത്ത് ഇതുപോലെയുള്ള ക്രൂര പീഡനങ്ങൾക്കും ആഭിചാരക്രിയകൾക്കും സ്ത്രീകളെ വിധേയമാക്കും. ഒന്ന് ഓർത്തു നോക്കുക, ആ പെൺകുട്ടി 10 മണിക്കൂർ നേരിട്ടത് എത്രത്തോളം വലിയ ക്രൂരതയാണ് എന്നുള്ളത്. താലി കെട്ടിയ ഭർത്താവും അവളുടെ ബന്ധുക്കളും ഈ പെൺകുട്ടിയെ, ഈ ശിവദാസൻ എന്ന് പറയുന്ന മരപ്പൊട്ടൻ
ആഭിചാര ക്രിയകൾ നടത്തുമ്പോൾ, ശരീരം വേദനിപ്പിച്ചുകൊണ്ടുള്ള ചില ക്രിയകൾ നടത്തുമ്പോൾ പോലും കയ്യും കെട്ടി നോക്കി നിന്നു എന്നുള്ളതാണ്. പീഡനങ്ങൾ സഹിക്കവയ്യാതെ പലതവണ ആ പെൺകുട്ടി വിളിച്ചു പറയുന്നുണ്ടായിരുന്നു, എനിക്കൊരു പ്രശ്നവുമില്ല, എൻ്റെ ഉള്ളിൽ ആരുമില്ല എന്നൊക്കെ. അപ്പോഴൊക്കെയും ചൂരൽ കഷായമായിരുന്നു, ആ പ്രയോഗമാണ് ഈ പറയുന്ന ശിവദാസ് നടത്തിയത്. പെൺകുട്ടിയുടെ മുടിയിൽ ചുറ്റിപ്പിടിച്ചായിരുന്നു ആണി ചുറ്റിയത്. ഈ ആണി അടിക്കുന്നതിനാണ് തറയിൽ വെച്ചിരുന്ന ഒരു തടിയിൽ ഈ ആണി അടിച്ചു കയറ്റുന്നത്. ഇതോടെയാണ് ഈ മുടി പറഞ്ഞു വന്നത്. ഇത് മാത്രമല്ല, ശരീരം പൊള്ളിക്കുകയും ചെയ്തു. ഇതോടുകൂടി പെൺകുട്ടി ബോധരഹിതയായി വീഴുകയായിരുന്നു. പെൺകുട്ടിയുടെ ശരീരത്തിൽ ബാധയുണ്ടെന്ന് പറഞ്ഞത് ഈ പെൺകുട്ടിയുടെ ഭർത്താവിന്റെ അമ്മയാണ്. ഇവരാണ് മന്ത്രവാദിയെ കൊണ്ടുവരുന്നതിന് മുന്നിൽ നിന്നതും. മണിക്കൂറുകളോളം നീണ്ട പൂജയ്ക്കിടെ ബലമായി ബീഡി വലിപ്പിക്കുകയും മദ്യം കുടിപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഭസ്മം തീറ്റിക്കുകയും ബീഡി കൊണ്ട് നെറ്റി പൊള്ളിക്കുകയും ഒക്കെ ചെയ്തതായിട്ട് യുവതി പരാതി പറയുന്നുണ്ട്. 1 മാസം മുൻപാണ് അമ്മയുടെ സഹോദരി മരിച്ചത്. അവരുടെ ബാധ ശരീരത്തുണ്ട് എന്ന് പറഞ്ഞായിരുന്നു മന്ത്രവാദിയെ എത്തിച്ചതൊക്കെ. ഭർത്താവുമായി ഈ പെൺകുട്ടി എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ, അതായത് വഴക്കോ മറ്റെന്തെങ്കിലും ഉണ്ടായാൽ അതിന്റെ എല്ലാം കാരണം ഇവളുടെ ഉള്ളിലുള്ള ബാധയാണെന്നായിരുന്നു അമ്മായിയമ്മ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞായറാഴ്ച രാവിലെ 11-ന് തുടങ്ങിയ പൂജ രാത്രി 10 മണി വരെ നീണ്ടുനിന്നു. എന്റെ കാല് പട്ടുതുണി കൊണ്ട് കെട്ടി. പൂജ നടക്കുന്നതിനിടയിൽ ഞാൻ അബോധാവസ്ഥയിലായി. ഏകദേശം ഒരു 2 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് ബോധം വീണത്. ഉണർന്നപ്പോൾ മുടി ആണിയിൽ ചുറ്റി വെച്ചിരിക്കുകയാണ്. ഈ പെൺകുട്ടിക്ക് ബോധം വരുമ്പോൾ ശരീരമാസകലം മുറിവുകളൊക്കെ ഉണ്ടായിരുന്നു. ഇത് എന്ത് പറ്റിയതാണ് എന്ന് ആ പെൺകുട്ടി കരഞ്ഞുകൊണ്ട് ചോദിക്കുമ്പോൾ ഇതെല്ലാം നിന്റെ ഉള്ളിലുള്ള ദുരാത്മാക്കൾ ചെയ്തതാണ് എന്നൊക്കെയാണ് ശിവദാസും കൂടെ നിന്നിരുന്ന ഈ ഭർത്താവിന്റെ വീട്ടുകാരും ഭർത്താവും ഉൾപ്പെടെ പറഞ്ഞത്. പക്ഷേ എനിക്കിതൊന്നും ഓർമ്മയില്ല എന്ന് ആ പെൺകുട്ടി പറഞ്ഞു. പ്രണയവിവാഹിതരാണ് അഖിലും യുവതിയും. യുവതിയുടെ മാനസിക നിലയിലെ വ്യത്യാസം ശ്രദ്ധിച്ച യുവതിയുടെ പിതാവാണ് പോലീസിൽ പരാതിപ്പെട്ടത്. ഭർത്താവ് അഖിൽ ദാസിന്റെ സഹോദരി സംഭവ സമയത്ത് വീട്ടിലുണ്ടായിരുന്നു. ഇവർ പീഡന ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും പിന്നീട് ഡിലീറ്റ് ചെയ്യുകയും ചെയ്തു. ഈ ദൃശ്യങ്ങൾ കണ്ടെടുത്ത് പരിശോധിച്ചപ്പോഴാണ് പീഡനത്തിനിരയായ യുവതിയുടെ കാലിൽ ചുവന്ന പട്ടു കെട്ടിയിരിക്കുന്നതായും ആഭിചാര ക്രിയകൾ നടത്തിയതായും കണ്ടെത്തിയത്. ഈ സംഭവത്തിൽ ഉൾപ്പെട്ട എല്ലാവരെയും തൂക്കി അകത്തിടാനാണ് ഇപ്പോൾ പോലീസ് ശക്തമായ നീക്കത്തിലേക്ക് കടന്നിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.